ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എന്നും സവിശേഷമായ ഒന്നാണ്. ചരിത്രപരമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും നോക്കിയാൽ ഇത്രയേറെ ഇഴചേർന്ന് കിടക്കുന്ന മറ്റൊരു അയൽരാജ്യം ഇന്ത്യക്കില്ല. എന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു. ഇപ്പോൾ ആ വിള്ളലുകൾ നികത്താൻ ഇക്കണോമിക് ഡിപ്ലോമസി അഥവാ സാമ്പത്തിക നയതന്ത്രത്തെ ഒരു ആയുധമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ. ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് പിന്നാലെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ട ഇന്ത്യ വിരുദ്ധ വികാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സൗഹൃദത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. വിദ്യാർത്ഥി നേതാവ് ഷരീദ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. എന്നാൽ രാഷ്ട്രീയമായ ഈ തർക്കങ്ങൾക്കിടയിലും അയൽരാജ്യവുമായി ശത്രുത തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയുന്നു. ഇതിന്റെ ഭാഗമായാണ് നമുക്ക് ഇന്ത്യയുമായി കൈപ്പേറിയ ബന്ധം ആവശ്യമില്ല എന്ന് ബംഗ്ലാദേശ് ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദ് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി ജനങ്ങളുടെ വയർ നിറയ്ക്കാൻ ഇന്ത്യയുടെ സഹായം വേണമെന്ന പ്രായോഗിക ബുദ്ധിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം പ്രകടിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് 50,000 ടൺ അരി വാങ്ങാൻ തീരുമാനിച്ചത് കേവലം ഒരു വ്യാപാര ഇടപാടല്ല, അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. വിയറ്റ്നാമിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കിലോഗ്രാമിന് 10 ടാക്ക, അതായത് ഏകദേശം 7 രൂപ 35 പൈസ കുറവിൽ ഇന്ത്യയിൽ നിന്ന് അരി ലഭിക്കുമെന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭകരമാണ്. ഇതിനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കായി ഒരു വലിയ വിപണി ലഭിക്കുമ്പോൾ ബംഗ്ലാദേശിന് തങ്ങളുടെ ഭക്ഷ്യസുരക്ഷ കുറഞ്ഞ ചിലവിൽ ഉറപ്പാക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക രംഗത്ത് ശുഭസൂചനകൾ കാണുമ്പോഴും നയതന്ത്ര തലത്തിൽ മഞ്ഞുരുകാൻ ഇനിയും സമയമെടുക്കും. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധങ്ങളും ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് നേരെയുണ്ടായ ആക്രമണങ്ങളും ബന്ധത്തെ വല്ലാതെ ഉലച്ചു. വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഇരു രാജ്യങ്ങളുടെയും സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശ് സ്ഥാനപതി റിയാസ് ഹമീദുള്ളയെ ഇന്ത്യയും വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചു. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഈ നയതന്ത്ര തർക്കങ്ങൾക്കിടയിലും സാമ്പത്തിക ഇടപാടുകൾ തുടരുന്നത് വികാരത്തേക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സമീപനമാണ്. ബംഗ്ലാദേശിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുസ്ഥിരതയിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് അതീവ നിർണായകമാണ്. പ്രകൃതിക്ഷോഭങ്ങളും പ്രളയവും കൃഷിനാശവും പതിവായ ഒരു രാജ്യമെന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഏക അയൽരാജ്യം ഇന്ത്യയാണെന്നത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ ആശ്വാസമാണ്. ഭക്ഷ്യമേഖലയിൽ മാത്രമല്ല, ഊർജ്ജരംഗത്തും ഈ സഹകരണം ശക്തമാണ്. ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതി ബംഗ്ലാദേശിലെ വ്യവസായശാലകളുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു നട്ടെല്ലായി വർത്തിക്കുന്നു. കൂടാതെ വ്യാപാര പാതകളുടെ കാര്യത്തിലും ബംഗ്ലാദേശ് ഇന്ത്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഇന്ത്യയിലൂടെയുള്ള ട്രാൻസിറ്റ് സൗകര്യങ്ങളും കണക്ടിവിറ്റിയും ബംഗ്ലാദേശിന്റെ ആഗോളതലത്തിലുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളെ കൂടുതൽ എളുപ്പമാക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്കപ്പുറം മാനുഷികമായ തലത്തിലും ഈ ബന്ധം സവിശേഷമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ബംഗ്ലാദേശ് പൗരന്മാരാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ തേടി ഇന്ത്യയിലേക്ക് എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിസ സേവനങ്ങൾ തടസ്സപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തെയും മെഡിക്കൽ ടൂറിസത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ഇന്ത്യയുമായുള്ള ഊഷ്മളമായ ബന്ധം ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പുറത്തുനിന്നുള്ള ആരെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന സാലിഹുദ്ദീൻ അഹമ്മദിന്റെ പ്രസ്താവന ഗൗരവകരമാണ്. ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കുറിച്ചിട്ടുള്ള പരോക്ഷമായ സൂചനയാണിത്. ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ്. മുഹമ്മദ് യൂനിസ് നേരിട്ട് ഇന്ത്യൻ നേതൃത്വത്തോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിലൂടെ ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നത് ശുഭകരമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകില്ലെന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ് ഭരണകൂടം. സാമ്പത്തികമായി പരസ്പരം സഹകരിക്കുന്നത് രാഷ്ട്രീയമായ അകൽച്ച കുറയ്ക്കാൻ സഹായിക്കുമെന്നത് ആഗോളതലത്തിൽ പലപ്പോഴും തെളിയിക്കപ്പെട്ട കാര്യമാണ്. യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് പിന്നിലും ഇത്തരം സാമ്പത്തിക താൽപ്പര്യങ്ങളായിരുന്നു പ്രധാനമായും. സമാനമായ രീതിയിൽ വിദ്വേഷത്തിന് മുകളിൽ വ്യാപാരത്തെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ദക്ഷിണേഷ്യയിൽ സമാധാനത്തിന്റെ ഒരു പുതിയ പുലരി നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കേവലം രണ്ട് സർക്കാരുകൾ തമ്മിലുള്ളതല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ തമ്മിലുള്ളതാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ മാറ്റാൻ കഴിയില്ല. ഇന്ത്യയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്.
അരി എന്ന അടിസ്ഥാന ആവശ്യത്തിൽ തുടങ്ങിയ ഈ പുതിയ സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം. പരസ്പര ബഹുമാനത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കും വേണ്ടത്. കൈപ്പേറിയ ഭൂതകാലത്തേക്കാൾ മധുരമുള്ള ഭാവിയിലേക്ക് നോക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകുമോ എന്നതാണ് ഇനി കാണേണ്ടത്.